അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച സർക്കാർ 427 ഫാക്ടറികളിലെ 12,417 തൊഴിലാളികൾക്കാണ് തൊഴിലും നൈപുണ്യവും വകുപ്പ് തുക അനുവദിച്ചത്. ഒരാൾക്ക് 2,500 രൂപ വീതമാവും ലഭിക്കുക. സംസ്ഥാനത്ത് ഒരു വർഷത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. 427 ഫാക്ടറികളിലെ 12,417 തൊഴിലാളികൾക്കാണ് 3.1 കോടി രൂപ തൊഴിലും നൈപുണ്യവും വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഒരാൾക്ക് 2,500 രൂപ വീതം ലഭിക്കും. ദീർഘകാലമായി തൊഴിലും സ്ഥിരവരുമാനവും നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അനുവദിച്ച 2,500 രൂപയിൽ 2,250 രൂപ എക്സ്ഗ്രേഷ്യ ധനസഹായമായും 250 രൂപ അരി വാങ്ങുന്നതിനുമായാണ് നൽകുന്നത്. കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി കാരണം നിരവധി സ്വകാര്യ ഫാക്ടറികളടക്കം അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം സർക്കാർ ഉറപ്പാക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുള്ള 5 കോടി രൂപയുടെ ഫണ്ടിൽ നിന്നാണ് 3,10,42,500 രൂപ ഇതിനായി വിനിയോഗിക്കുന്നത്. ഈ തുക വിനിയോഗിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ലേബർ കമ്മീഷണർ ജൂൺ 27 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് ഓഗസ്റ്റ് 6 തൊഴിലും നൈപുണ്യവും വകുപ്പ് ഉത്തരവിറക്കിയത്. ലേബർ കമ്മീഷണർക്കാണ് തുക വിതരണം ചെയ്യുന്നതിനുള്ള പൂർണ്ണ ചുമതല. അതേസമയം കർശന വ്യവസ്ഥകളോടെയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. വിനിയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക ബന്ധപ്പെട്ട ശീർഷകത്തിലേക്ക് തന്നെ തിരിച്ചടയ്ക്കണമെന്നും വിനിയോഗ സർട്ടിഫിക്കറ്റ് കൃത്യമായി സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും കീഴിലുള്ള ഫാക്ടറികൾക്ക് പുറമെ നിരവധി സ്വകാര്യ ഫാക്ടറികളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഒരു വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്നവയിലെ തൊഴിലാളികളെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അർഹരായ തൊഴിലാളികളുടെ പട്ടിക ലേബർ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.